ഹായ് ഗൈസ്, നമുക്കൊരു മന്തി ഉണ്ടാക്കിയാലോ? കമോൺ. ആദ്യം തന്നെ നമുക്ക് അരിവേവുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് ഓയിലും സ്പൈസസ് ഇട്ടിട്ടാണ് വെക്കേണ്ടത്. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി മാറ്റിയ അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ മന്തിക്ക് ആവശ്യമുള്ള നീള ടൈപ്പ് അരിയാട്ടോ യൂസ് ആക്കിയേക്കണേ. പിന്നെ അതൊരു 90% വേവാകുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള പട്ടയും ഗ്രാമ്പും ബേ ലീഫും മല്ലിയും ഏലക്കായും കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാവേ. 2 മാഗി ക്യൂബാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിടാം. നമ്മുടെ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് കുറച്ചായിട്ട് ഇടാൻ പാടുള്ളൂ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് അതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനിക്ക് ആവശ്യമുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുത്തേക്കണേ. അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ 90% വേവിച്ച് വെച്ചേക്കണം ചോറിട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ചോറ് ഇങ്ങനെ അമർത്തി കൊടുക്കാൻ പാടില്ല കേട്ടോ. ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ജസ്റ്റ് കളറിന്. പിന്നെ നമ്മൾ കുറച്ച് റെഡ് കളറും കൂടി ആഡ് ആക്കണ്ടേ. അത് തികച്ച ഓപ്ഷനല്ലാണ് കേട്ടോ, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തതാണ്. പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടി കുത്തിവെച്ച് നമുക്ക് അതൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കനൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അടയ്ക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ മന്തിക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു വിസിലടിക്കാനുള്ള കാത്തിരിപ്പാണ്. ഒരു വിസിലടിച്ചിട്ട് ഫുൾ എയർ പോയതിന് ശേഷം മാത്രമായിട്ടോ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മന്തി സെറ്റായിട്ട് കിട്ടും. പിന്നെ അതൊരു പാത്രത്തേക്ക് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മന്തി റെഡി. നല്ല ഈസി ആയിട്ട് വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ മന്തി ആട്ടോ ഇത്. പിന്നെ മന്തിക്ക് സൈഡായിട്ട് ഞാൻ കുറച്ച് മയണീസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. സത്യം പറയാലോ ഗൈസ്, 10 മിനിറ്റ് കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അത്രയും അടിപൊളിയായിരുന്നു. ചേച്ചിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു. അച്ഛമ്മ എങ്ങനെയുണ്ട് പറയും? സൂപ്പറായിട്ടുണ്ട്.